ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പച്ചക്കായ തോരനാണ് കേട്ടോ. ഞാനിവിടെ 3 പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 3 പച്ചക്കായുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. പച്ചക്കായുടെ തൊലി കളയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ അധികമൊന്നും കളയേണ്ടതില്ല കേട്ടോ. ഇത് നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്. അപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ മരുന്നൊക്കെ അടിച്ച് വരുന്നതല്ലേ, അപ്പോൾ കുറച്ച് കളഞ്ഞിട്ട് തന്നെ നമ്മൾ എടുക്കണം. ഞാനിവിടെ നല്ല ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിന് വലുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ നല്ല തിന്നായിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഞാനിവിടെ ഈ രീതിക്കാണ് ചെയ്യുന്നത്. പച്ചക്കായ അരിഞ്ഞ പാട് തന്നെ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ മഞ്ഞളും ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പോവും. നമുക്ക് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എല്ലാ പച്ചക്കായ ഇതുപോലെ ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5 മിനിറ്റ് മഞ്ഞളും ഉപ്പുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കറ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇനി അതിലേക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചെറുതും വലുതൊക്കെ ആയിട്ട് ഒരു 15 എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചതച്ചെടുക്കണം. മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത്. ഇതുപോലെ തന്നെ ചതച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ നന്നായി അരിഞ്ഞു പോകും. അപ്പൊ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കാണണം നമ്മൾ ചെറിയ ഉള്ളി. ചതച്ചെടുക്കുമ്പോഴാണ് അങ്ങനെ കാണുള്ളൂ. അപ്പൊ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വറ്റൽമുളക് വേണം. ഞാനിവിടെ 8 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചില്ലി ഫ്ലേക്സ് ആക്കി എടുക്കണം. പിന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് അടിച്ചെടുക്കാം. ഒരൊറ്റ വിസിൽ മതി കേട്ടോ. എന്നിട്ട് ഒരു വിസിലിന് തന്നെ അടിച്ചെടുത്ത് വിസിൽ ഫുള്ള് പോയതിനു ശേഷം നമുക്ക് തുറന്നാൽ മതി. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആവി മൊത്തം പോയതിനു ശേഷമാണ് ഞാനിവിടെ തുറന്നിട്ടുള്ളത്. നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിലല്ലാതെയും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് പെട്ടെന്ന് കഴിയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് താളിച്ചെടുക്കണം നമുക്ക്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ചതച്ച് വെക്കുമ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഉള്ളി കിട്ടേണ്ടത് കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി രണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കണം. നമ്മൾ ചില്ലി ഫ്ലേക്സ് ആക്കി എടുത്തിട്ടുള്ള മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് ഈ മുളകും ഉള്ളിയും കറിവേപ്പിലയും കൂടി മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സമയത്ത് നമുക്ക് വേവിച്ചിട്ടുള്ള പച്ചക്കായ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പൊ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി മുളകൊക്കെ. ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് പച്ചക്കായ ഇട്ട് കൊടുക്കാം. പച്ചക്കായും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. നമ്മൾ ആദ്യം വേവിച്ചെടുത്തതാണല്ലോ പച്ചക്കായ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഇളക്കിയെടുത്താൽ മതി. ഒരു മിനിറ്റ് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പെരുജീരകത്തിന്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. ഇഷ്ടമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് ഇതിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പെരുജീരകത്തിന്റെ പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ, നമ്മുടെ പച്ചക്കായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാലും ആദ്യം പറഞ്ഞ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ കമന്റ് ബോക്സിൽ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കല്ലേ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്